മീനാക്ഷി കൊച്ചെ, കാട്ടിപ്പോയി മരുന്ന് പറിക്കാനെന്ന് പറഞ്ഞിട്ട് ഇതെന്നാത്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കണത്? എന്നെ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ എടുക്കാൻ പോകുകയാണ്. ഈ വിളക്കുകളും പൂജാദ്രവ്യങ്ങളും ഒക്കെ കണ്ടിട്ടാവണം ഇയാളിങ്ങനെ ഭയപ്പെടുന്നത്. പക്ഷെ എന്റെ ചികിത്സാവിധിയിൽ ഈശ്വരാധീനത്തിനാണ് മുൻതൂക്കം. ആയുർവേദത്തിൽ അത് പറയുന്നുണ്ട്. മീനാക്ഷി കൊച്ചെ, നമുക്ക് കാട്ടി മരുന്ന് പറിക്കാൻ പോവാ. ചുമ്മാ അങ്ങനെ കാട്ടിപ്പോവാൻ പറ്റില്ല ബ്ലാക്ക്. ഇവിടെ ചില പൂജയൊക്കെ ഉണ്ട്. പൂജ? അങ്ങനെ വരട്ടാ. എന്നാ കൊണ്ടുവാ. ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കൊറായി. അത് തിന്നാനുള്ളതല്ല. ഇയാളെന്തിനാണ് എന്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ പോണത്? ഇയാളാള് ശരിയല്ല കേട്ടാ. നോട്ടം കണ്ടാലറിയാം. ഈ പൂജകൾ കഴിയുമ്പോൾ നിന്റെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ മാറി ശുദ്ധമാണ്. എന്നിട്ടേ മരുന്ന് പറിക്കാൻ പോകാൻ പാടുള്ളൂ. കടലിൽ പോന്നവന്റെ മേത്ത് അഴുക്കില്ലെന്നറിയത്തില്ല ഇയാൾക്ക്, മണ്ടൻ. അഴുക്ക് മാത്രമല്ല, എനിക്കൊരു മണം ഉണ്ടെന്ന് ബ്ലാക്ക് പറയാറില്ലേ? ഉണ്ട്. അതുപോലൊരു നല്ല മണം ബ്ലാക്കിനും ഉണ്ടാവും. അപ്പൊ ഇതിനേക്കാൾ സുന്ദരനാകും. എന്നിട്ട് ഞാൻ തുറേ പോയി ബ്ലച്ചിക്കൊച്ചിനെ മണപ്പിക്കും. അപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ഒത്തിരി ഇഷ്ടാവും. അപ്പൊ പറയുന്ന അനുസരിക്കല്ലോ. ഇത് അങ്ങോട്ട് കൊടുക്കുക. ഇത് മാത്രം നടക്കത്തില്ല കേട്ടാ. ഞാൻ കറുത്തതേ ഉടുക്കൂ. തുറയിലെല്ലാവർക്കും അറിയാല്ല. മീനുക്കൊച്ചെ, ഇങ്ങനാണെങ്കിൽ ഞാൻ പോകയാ. വേണ്ട, അതവിടെ വെച്ചേക്ക. നീ തന്നെ കൊടുത്താ മതി. എന്റെ അമ്മോ, ഇതെന്തൊരു സ്വരമാണ്? കരടി അമർന്ന പോലെ ഉണ്ടല്ല. നിങ്ങ എങ്ങനെയാണ് ഇയാളെ സഹിക്കണത്? എങ്കി പൂജ തുടങ്ങട്ടെ ബ്ലാക്ക്. മണം കിട്ടാൻ വേണ്ടിയല്ല, തുടങ്ങിക്കാം. പക്ഷെ മീനുക്കൊച്ചടുത്ത് തന്നെ വേണം.